ഡൽഹി മദ്യനയ അഴിമതി കേസിൽ തെലങ്കാന മുഖ്യമന്ത്രി കെ.സി.ആറിന്റെ മകൾ കെ കവിതയെ ഇഡി ചോദ്യം ചെയ്യലിൽ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് കവിതയ്ക്ക് ഇഡി നോട്ടീസ് നൽകി. ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെ വീണ്ടും ചോദ്യം ചെയ്തേക്കും. ടി ആതിര ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന്. ആതിര, എങ്ങനെയാണ് ചന്ദ്രശേഖർ റാവുവിന്റെ മകളിലേക്ക് ഇഡി ഈ കേസിൽ എത്തിയിരിക്കുന്നത്? ചോദ്യം ചെയ്യൽ എപ്പോഴായിരിക്കും? വിവരങ്ങൾ. ധന്യ, ഈ ഡൽഹി മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ കവിതയെ കേന്ദ്ര ഏജൻസികൾ ഉന്നമിടുന്നു എന്ന രീതിയിലുള്ള പ്രചാരണം നേരത്തെ തന്നെ ശക്തമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത കവിതയെ ചോദ്യം ചെയ്യാൻ നാളെ ഇഡി വിളിപ്പിച്ചിരിക്കുന്നു എന്നാണ്. നമുക്കറിയാം, അവിടുത്തെ ഒരു രാഷ്ട്രീയ പരിസരമൊക്കെ അറിയാം നമുക്ക് വളരെ കൃത്യമായിട്ട്. ഈ കേന്ദ്ര സർക്കാരുമായി വലിയ അഭിപ്രായ ഭിന്നതയിലാണ് കെ.സി.ആർ മുന്നോട്ട് പോകുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ളൊരു ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതും. തെലങ്കാന മുഖ്യമന്ത്രിയും ഭാരത രാഷ്ട്ര സമിതി അധ്യക്ഷനുമായ കെ ചന്ദ്രശേഖറിന്റെ മകളും നിയമസഭാ കൗൺസിൽ അംഗവുമാണ് കെ കവിത. അതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധിയിലേക്ക് അല്ലെങ്കിൽ വലിയ വിവാദത്തിലേക്ക് തെലങ്കാന രാഷ്ട്രീയം ഒപ്പം പൊതുതെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ കക്ഷികളെയൊക്കെ ഒന്നിപ്പിച്ചുകൊണ്ട് വലിയ രാഷ്ട്രീയ നീക്കത്തിന് ഉൾപ്പെടെ ഈ ചന്ദ്രശേഖർ റാവു ഉൾപ്പെടെ തയ്യാറെടുക്കുന്ന ഒരു ഘട്ടത്തിലാണ് കെ കവിതയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് എന്നത് വളരെ വലിയൊരു രാഷ്ട്രീയ വഴിത്തിരിവിലേക്ക് തന്നെ നീങ്ങാൻ വേണ്ടി പോവുകയാണ്. അതോടൊപ്പം തന്നെ ഡൽഹി അഴിമതി കേസിൽ സിസോദിയെ നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. CBI അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിപ്പോൾ വിളിപ്പിച്ചിരിക്കുന്നത് ED ആണ്. നേരത്തെ സിസോദിയെ CBI അറസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ഇഡിയും കൂടി സിസോദിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും എന്നൊരു വാർത്തയും കൂടി പുറത്തു വരികയാണ്. ഇപ്പോൾ നമ്മുടെ കെ കവിതയെ, ചന്ദ്രശേഖർ റാവുവിൻ്റെ മകൾ കെ കവിതയെ ചോദ്യം ചെയ്യാൻ ഇഡി വിളിപ്പിക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഈ കള്ളപ്പണം വെളുപ്പിക്കലടക്കമുള്ള കുറ്റം ചുമത്തി ഇഡി ഇന്നലെ ഒരു മലയാളി വ്യവസായിയെ അറസ്റ്റ് ചെയ്തിരുന്നു. അരുൺ രാമചന്ദ്രൻ പിള്ള എന്ന മലയാളി വ്യവസായിയെ അറസ്റ്റ് ചെയ്തിരുന്നു. ആ മലയാളി വ്യവസായി കവിതയുടെ ബിസിനസ് പങ്കാളിയാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. പക്ഷേ ഈ വാർത്തയോട് പ്രതികരിക്കാൻ ചന്ദ്രശേഖർ റാവു ഇതുവരെ തയ്യാറായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ വലിയ രാഷ്ട്രീയ വിമർശനം വരുമ്പോൾ അതിനെ കൃത്യമായി നേരിടാൻ, കേന്ദ്ര നീക്കത്തെ രാഷ്ട്രീയപരമായി നേരിടാൻ തന്നെയാണ് കെ.സി.ആർ തയ്യാറെടുക്കുന്നു എന്ന വാർത്തയും ഉള്ളിൽ നിന്ന് വരുന്നുണ്ട്. ധന്യ. നന്ദി ആതിര.